ഹലോ ഡിയേഴ്സ്, നമുക്ക് ഇന്നത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ആദ്യം തന്നെ ഒരു ഖണ്ഡിക നൽകിയിട്ടുണ്ട്. അത് വായിച്ചിട്ട് ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതണം. താഴെ കൊടുത്തിരിക്കുന്ന ഖണ്ഡിക വായിച്ച് 1 മുതൽ 5 വരെയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുക. ഇന്ത്യയുടെ ദേശീയ മൃഗമാണ് കടുവ. കടും തവിട്ടും നിറത്തിലുള്ള ശരീരത്തിന് കുറുകെയുള്ള കറുത്ത വരകളാണ് മറ്റു ജീവികളിൽ നിന്നും കടുവയെ പെട്ടെന്ന് തിരിച്ചറിയാൻ സഹായിക്കുന്നത്. 12 വയസ്സാണ് കടുവകളുടെ ആയുർദൈർഘ്യം. വനനശീകരണമാണ് കടുവകളുടെ അതിജീവനത്തിനുള്ള ഏറ്റവും വലിയ വെല്ലുവിളി. കേരളത്തിലെ പെരിയാർ വന്യജീവി സങ്കേതം ഇന്ത്യയിലെ മികച്ച കടുവാ സങ്കേതങ്ങളിൽ ഒന്നാണ്. കടുവകൾ മാംസാഹാരം മാത്രമാണ് കഴിക്കുന്നത്. ദീർഘനേരം ഇമ വെട്ടാതെ നോക്കിയിരിക്കാൻ കടുവകൾക്ക് കഴിയും. ജലസാമീപ്യമുള്ള പ്രദേശങ്ങളാണ് കടുവകൾ അധിവസിക്കുന്നതിന് വേണ്ടി തിരഞ്ഞെടുക്കുന്നത്. പതിയിരുന്ന് വേട്ടയാടുന്ന മൃഗങ്ങളാണ് കടുവകൾ. രാത്രിയിൽ കടുവകൾക്ക് മനുഷ്യനേക്കാൾ 6 ഇരട്ടി കാഴ്ചശക്തി കൂടുതലാണ്. നിരവധി ശബ്ദങ്ങളിൽ ആശയവിനിമയം നടത്താനുള്ള കഴിവ് കടുവകൾക്കുണ്ട്. ഇന്ത്യയിൽ 54 കടുവാ സങ്കേതങ്ങളുണ്ട്. കടുവകളെ സംരക്ഷിക്കുന്നതിന് വേണ്ടി ഇന്ത്യ ഗവൺമെന്റ് ആരംഭിച്ച പദ്ധതിയാണ് പ്രൊജക്ട് ടൈഗർ. 1973 ഈ പദ്ധതി ആരംഭിച്ചത്. ചോദ്യം 1 ഇതാണ്: മറ്റു ജീവികളിൽ നിന്നും കടുവയെ എളുപ്പത്തിൽ എങ്ങനെ തിരിച്ചറിയാം? നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. എന്താണ് മറ്റു ജീവികളിൽ നിന്ന് എന്താണ് കാരണം? കടും തവിട്ട് നിറത്തിലുള്ള ശരീരത്തിന് കുറുകെയുള്ള കറുത്ത വരകളാണ് മറ്റു ജീവികളിൽ നിന്നും കടുവകളെ പെട്ടെന്ന് തിരിച്ചറിയാൻ സഹായിക്കുന്നത്. അങ്ങനെയൊരു ഓപ്ഷൻ ഇവിടെ ഉണ്ട് അല്ലേ? 1ാമത്തെ ഓപ്ഷൻ തന്നെയാണ്. ഓപ്ഷൻ നമ്പർ എ ആണ് ശരിയായ ഉത്തരം. അടുത്ത ചോദ്യം: കടുവകൾക്ക് അതിജീവനത്തിനുള്ള ഏറ്റവും വലിയ വെല്ലുവിളി എന്താണ്? വനനശീകരണമാണ് കടുവകളുടെ അതിജീവനത്തിനുള്ള ഏറ്റവും വലിയ വെല്ലുവിളി. അപ്പോൾ ജീവികളിൽ നിന്നുള്ള ആക്രമണം, കാട്ടുതീ, വനനശീകരണം. ഓപ്ഷൻ നമ്പർ സി ആണ് ശരിയായ ഉത്തരം. ഓക്കെ. അടുത്ത ചോദ്യം: കടുവയെ സംബന്ധിച്ച് താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവന ഏത്? ആശയവിനിമയം നടത്താനുള്ള കഴിവ് കുറവാണ്. മാംസാഹാരവും സസ്യാഹാരവും കഴിക്കും. അല്ല. ജലസാമീപ്യമുള്ള പ്രദേശങ്ങളിൽ അധിവസിക്കാൻ ഇഷ്ടപ്പെടുന്നില്ല. അതും തെറ്റ്. രാത്രിയിൽ കടുവകൾക്ക് കാഴ്ചശക്തി കൂടുതലാണ്. അതായ ഉത്തരം ഓപ്ഷൻ നമ്പർ ഡി. അടുത്ത ചോദ്യം: എന്താണ് പ്രൊജക്ട് ടൈഗർ? വനനശീകരണ പദ്ധതി, വനസംരക്ഷണ പദ്ധതി, പരിസ്ഥിതി സംരക്ഷണ പദ്ധതി, കടുവാ സംരക്ഷണ പദ്ധതി, വന്യമൃഗങ്ങളെ സംരക്ഷിക്കാനുള്ള പദ്ധതി. ഇതാണ് കടുവാ സംരക്ഷണ പദ്ധതി. അടുത്ത ചോദ്യം: കടുവകൾ അധിവസിക്കുന്നത് എവിടെയാണ്? പ്രദേശങ്ങളിലാണ്. എവിടെയാണ്? മഞ്ഞു വീഴുന്ന പ്രദേശങ്ങൾ, ജലസാമീപ്യമുള്ള പ്രദേശങ്ങൾ, വൃക്ഷങ്ങൾ തിങ്ങി നിറഞ്ഞ വനപ്രദേശങ്ങൾ, പാറക്കെട്ട് നിറഞ്ഞ പ്രദേശങ്ങൾ. അവിടെ ജസ്റ്റ് നമുക്കൊന്ന് നോക്കാം. ജലസാമീപ്യമുള്ള പ്രദേശങ്ങളിലാണ് കടുവകൾ അധിവസിക്കുന്നതിന് വേണ്ടി തിരഞ്ഞെടുക്കുന്നത്. അപ്പോൾ ഉത്തരം ജലസാമീപ്യമുള്ള പ്രദേശങ്ങൾ. ഓപ്ഷൻ നമ്പർ ബി. ഇനി അടുത്ത ചോദ്യം: ഇവിടെ 4 പൂക്കളുടെ പാത്രങ്ങൾ തന്നിട്ടുണ്ട്. ചോദ്യം ഇതാണ്: ചിത്രങ്ങളിലെ പൂക്കളുടെ ആകെ എണ്ണത്തിന് തുല്യമല്ലാത്തത് ഏത്? അപ്പോൾ ഇതിൻ്റെ എണ്ണം കണ്ടുപിടിക്കാൻ ഇതിൽ ഏത് വഴിയെല്ലാം നമ്മൾ ഉപയോഗിക്കുന്നു, ഏതാണ് ഉപയോഗിക്കാത്ത വഴി എന്നുള്ളതാണ് ചോദ്യം. 4, 3 ശരിയല്ലേ? 4 × 3, 1 × 3, 2 × 3, 3 × 3, 4 × 3. ഇത് ശരിയാണ്. രണ്ടാമത്തത് 3 കൂട്ടണം 3 കൂട്ടണം 3 കൂട്ടണം 3. അതെ, 3 കൂട്ടണം 3 കൂട്ടണം 3 കൂട്ടണം 3. അതും ശരിയാണ്. 3 × 4, 3 ഉണ്ട്. അത് 4 പാത്രത്തിലുണ്ട്. അപ്പോൾ 3 × 4 ശരിയാണ്. 4 കൂട്ടണം 4 ഇതല്ല അല്ലേ? 4 എണ്ണം അല്ല ഇവിടെ എവിടെയും ഉള്ളത്. 4 പൂവല്ല നമ്മൾ കൂട്ടി പോകുന്നത്. അപ്പോൾ ഓപ്ഷൻ നമ്പർ ഡി ആണ് ശരിയായ ഉത്തരം. ഇതിലേതാണ് തെറ്റായ പ്രസ്താവന എന്നാണ് ചോദിച്ചത് അല്ലേ? അതിനകത്തിന് തുല്യമല്ലാത്തത് ഏത്? ഇനി ചോദ്യം അടുത്തത്: ചുവടെയുള്ള രൂപങ്ങൾ നോക്കൂ. വിട്ടുപോയ ഭാഗം പൂർത്തിയാക്കുക. നിറം നൽകിയ വട്ടത്തിനേക്കാൾ ഡാഷാണ് നിറം നൽകാത്ത വട്ടങ്ങളുടെ എണ്ണം. അപ്പം വട്ടമാണ് നോക്കേണ്ടത്. ആദ്യം നിറം നൽകിയ വട്ടങ്ങൾ എത്ര ഉണ്ട് നോക്കാം. 1, 2, 3, 4 അല്ലേ? ഇനി നിറം നൽകാത്തതോ? 1, 2, 3, 4, 5, 6, 7, 8. അപ്പോൾ 1 4 ഉണ്ട്, 1 8 ഉണ്ട്. അപ്പോൾ നിറം നൽകാത്തതാണ് കൂടുതൽ അല്ലേ? അപ്പോൾ എത്ര അധികമുണ്ട്? 4 എണ്ണം അധികമുണ്ട്. നമുക്ക് ചോദ്യം എന്താ നോക്കുക ഒന്നും കൂടെ. നിറം നൽകിയ വട്ടത്തിനേക്കാൾ ഡാഷ് ആണ് നിറം നൽകാത്ത വട്ടങ്ങളുടെ എണ്ണം. കൂടുതലാണ്. എത്ര കൂടുതൽ? 2 കൂടുതൽ, 3 കൂടുതൽ, 4 കൂടുതൽ. ഏതാ ശരി? യെസ്, 4 കൂടുതൽ. അടുത്ത ചോദ്യം:
നിധി കണ്ടത്തിൽ കളി കളിക്കുകയാണ് അഖിലും കൂട്ടരും. അവർ നിധിയുടെ ചുറ്റുമോടി കളിക്കുന്ന ചിത്രമാണ് ചുവടെ നൽകിയിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ദിശ കൊടുത്തിട്ടുണ്ട്. ദിശ നമ്മൾ ആദ്യം പഠിച്ചു വെക്കണം, അല്ലെങ്കിൽ നമുക്കിത് കുറച്ച് ബുദ്ധിമുട്ടാവും അല്ലേ. വടക്ക് മുകളിലോട്ടേക്ക്, തെക്ക് താഴോട്ടേക്ക്, കിഴക്ക് വലതുവശത്തോട്ടും പടിഞ്ഞാറ് ഇടതുവശത്തോട്ടും. ഇവിടെ കുറേ കുട്ടികളുടെ ചിത്രവും നടുക്ക് നിധിയും കൊടുത്തിട്ടുണ്ട്. ചോദ്യം ഇതാണ്, നിധിയുടെ കിഴക്ക് ഭാഗത്തുള്ള കുട്ടി ഏതാണ്? അപ്പോൾ കിഴക്ക് ഭാഗം ഏതാ? ഇവിടെ ഡയറക്ഷൻ കൊടുത്തിട്ടുണ്ട്, ഇങ്ങോട്ടേക്കാണ് കിഴക്ക്. അപ്പോൾ ആരാളുള്ളത് നിധിയുടെ കിഴക്ക്? ചന്ദ്ര അല്ലേ. അപ്പോൾ ഓപ്ഷൻ നമ്പർ സി ചന്ദ്രയാണ് ശരിയായ ഉത്തരം. അടുത്ത ചോദ്യം, വിട്ടുപോയത് പൂർത്തിയാക്കൂ. ഇവിടെ വശങ്ങളിലോട്ടേക്ക് ആരോ മാർക്കിൻ്റെ പകുതിയുണ്ട്, അതിന് നേരെ ഓപ്പോസിറ്റ് ഇങ്ങോട്ടുണ്ട്. അപ്പോൾ ഇവിടെയും അതേപോലെ താഴോട്ടും മുകളിലോട്ടുള്ള, അപ്പോൾ ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് വരുന്ന പാറ്റേൺ ആണ് കണ്ടുപിടിക്കേണ്ടത്. താഴോട്ടും മുകളിലോട്ടുള്ളത് നോക്കണം. അപ്പോൾ ഇതേപോലെ വരുന്നതാണ് ഇത്. അപ്പോൾ ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് വന്നത് ഓപ്ഷൻ നമ്പർ ഡി ആണ്. അപ്പോൾ ഓപ്ഷൻ നമ്പർ ഡി ആണ് ശരിയായ ഉത്തരം. അടുത്ത ചോദ്യം, ചിത്രം നോക്കൂ. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഒരേ നീളമുള്ള ജോഡികൾ ഏതൊക്കെ? അപ്പോൾ ഓരോന്നിൻ്റെ നീളം നമുക്ക് കണ്ടുപിടിക്കാം. എയുടെ നീളം എത്രയാണ്? അതെ, എയുടെ നീളം 1. ഇനി അടുത്തത് ബിയുടെ നീളം. ബിയുടെ നീളം എത്രയാ? 2. സിയുടെ നീളം 2. ഡിയുടെ നീളം 3. ഇയുടെ നീളം 3. എഫിൻ്റെ നീളം 4. നമുക്ക് ചോദ്യം ഒന്നും കൂടെ നോക്കാം. അതിലിപ്പോൾ സെയിം ഉള്ളത് ബിയും സിയും അതുപോലെ തന്നെ ഡിയും ഇയും ആണ്. അപ്പോൾ അതിൽ ഓപ്ഷനിൽ ബിയും സി എന്നുള്ളൊരു ഓപ്ഷൻ ഇല്ല, പിന്നെ ഉള്ളത് ഡി ഇ എന്നുള്ളൊരു ഓപ്ഷനാണ് അല്ലേ. അപ്പോൾ ഓപ്ഷൻ നമ്പർ ബി ഡി ഇ എന്നുള്ളതാണ് ശരിയായ ഉത്തരം ആയിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഓപ്ഷൻ നമ്പർ ബിക്ക് മാർക്ക് ചെയ്യാം. അടുത്ത ചോദ്യം, ചുവടെ നൽകിയിരിക്കുന്നവയിൽ ചതുരം ഏത്? ഇതിലേതാ ചതുരം? അതെ, ഓപ്ഷൻ നമ്പർ ബി ആണ് ചതുരായിട്ട് വരുന്നത് അല്ലേ, മറ്റൊന്നും ചതുരമല്ല. സോ ഓപ്ഷൻ നമ്പർ ബിക്ക് ശരിയുത്തരം മാർക്ക് ചെയ്യാം. അടുത്ത ചോദ്യം, ചുവടെ നൽകിയിരിക്കുന്നവയിൽ വാർത്താവിനിമയവുമായി ബന്ധമില്ലാത്തത് ഏതാണ്? എ പത്രം, ബി കാറ്, സി മൊബൈല്, ഡി ടി വി അല്ലേ. അപ്പോൾ ഇതിലേതാണ് വാർത്താവിനിമയമായിട്ട് ബന്ധമില്ലാത്തത്? അതെ, ബി കാറാണ് ശരിയായ ഉത്തരം. അടുത്ത ചോദ്യം, ആശുപത്രി പരിസരത്തുള്ള റോഡിൽ കാണാറുള്ള അടയാള ബോർഡിൽ ചുവടെ ചേർത്തിരിക്കുന്നവയിൽ ഏതാണ് ഉണ്ടാവുക? ആശുപത്രി പരിസരത്ത് ഏതാ ഉണ്ടാവുക? അതെ, എ ഹമ്പ് ഉണ്ട്, ബി സ്കൂളുണ്ട്, സി ഹോൺ അടിക്കരുത്, 4 വഴി കൊടുക്കുക. അപ്പോൾ ഇതിലേതാ ശരിയായ ഉത്തരം? അതെ, ഓപ്ഷൻ നമ്പർ സി ആണ്, ഹോൺ അടിക്കരുത് എന്നുള്ളതാണ് ശരിയായ ഉത്തരം. അപ്പോൾ അതിന് നമുക്ക് ശരി ഉത്തരം മാർക്ക് ചെയ്യാം. അടുത്ത ചോദ്യം, ഭക്ഷണശാലകളിൽ പ്രദർശിപ്പിക്കാൻ അനുയോജ്യമായ മുദ്രാവാക്യം ഏതാണ്? ഓപ്ഷൻസ്: ആഹാരം പാഴാക്കരുത്, കയ്യും തലയും പുറത്തിടരുത്, വലത് വശത്തു കൂടി നടക്കുക, ധാരാളം എണ്ണ പലഹാരങ്ങൾ കഴിക്കുക. ഇതിലേതാ ശരി? അതെ, എന്താണ്? ആഹാരം പാഴാക്കരുത് എന്നുള്ള ബോർഡാണ് നമ്മൾ ഭക്ഷണശാലകളുടെ അടുത്ത് വെക്കേണ്ടത്. അടുത്ത ചോദ്യം, പൂക്കളിൽ നിന്നാണല്ലോ കായ്കൾ ഉണ്ടാകുന്നത്. താഴെ തന്നിരിക്കുന്നവയിൽ പൂക്കളിൽ നിന്നും കായ്കളായി മാറാത്തത് ഏത്? പൂക്കൾ മാറിയിട്ട് കായ്കൾ ഉണ്ടാവും. അപ്പോൾ ഓപ്ഷൻസ് നമുക്ക് നോക്കാം. 1 മാങ്ങ, 2 വെണ്ടയ്ക്ക, അതിൽ നിന്നെല്ലാം പൂക്കൾ കായ്കളാവും. സി ബി മത്തൻ അല്ലേ. അപ്പോൾ ഏതാ ശരിയായ ഉത്തരം? ഡി മുല്ല. മുല്ലയിൽ നിന്നും എന്തുണ്ടാവില്ല? കായ് ഉണ്ടാവില്ല. അപ്പോൾ ഇത്രയും ചോദ്യങ്ങൾ എല്ലാവരും അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരിക്കും എന്ന് വിചാരിക്കുന്നു. സീ യു നെക്സ്റ്റ് വീഡിയോ. ടിൽ ദെൻ ബൈ ബൈ, ടേക്ക് കെയർ.